ദൃശ്യം 2 എല്ലാം പറയാൻ എല്ലാം വേണ്ട. ഡയറക്ടർ ഓടിക്കും. ദൃശ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ബാനറാണ്. ദൃശ്യം 1 എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ വെച്ചാണ് ദൃശ്യം 2 start സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയ്യുന്നത്. Meet my guest. Today's episode is very, very special. It is the first episode that we are shooting for 2021. And we have a very special guest joining us on our show, welcoming Ansiba Hassan. Thank you so much. 2020 കഴിഞ്ഞു and we are entering to 2021 and you have some big news to share, right? അതെ, എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ന്യൂസാണ് ദൃശ്യം 2. Yeah. So എല്ലാം നമ്മളെടുത്ത് പറയൂ, എന്തൊക്കെയാണ് ദൃശ്യം 2? എല്ലാം പറയാൻ എല്ലാം വേണ്ട. ഡയറക്ടർ ഓടിക്കും. കുറച്ച് കാര്യങ്ങൾ. Yeah, please. ദൃശ്യം 1 എവിടെ വെച്ചാണോ നിർത്തിയത് അവിടെ വെച്ചാണ് ദൃശ്യം 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. ജോർജ് കുട്ടിയുടെ ഫാമിലിയും എന്തായി എന്നറിയാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഇദ്ദേഹം മകളൊരു ക്രൈം ചെയ്തു, അത് ഹൈഡ് ചെയ്ത് വെച്ചു, ആ ഫാമിലിയെ അയാൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിധിവരെ അയാൾ അതിൽ അയാൾ വിജയിച്ചു, ഒരു പരിധി വരെയല്ല അയാൾ ജയിച്ചു അതിൽ. പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ട്രോമ ഉണ്ട് അവർക്ക്, ആ ഫാമിലിക്ക്. അതെ, അവർ ആ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു ഫാമിലി ആണെങ്കിൽ പുതുതായിട്ട് ആര് വന്നാലും ആദ്യം ആ ഫാമിലിയെ പറ്റിയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. പകുതി ആളുകൾ ആ ഫാമിലിയെ വിശ്വസിക്കും, പകുതി ആളുകൾ ആ ഫാമിലിയെ വിശ്വസിക്കില്ല, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ പല രീതിയിലായിരിക്കും ആ നാട്ടുകാരുടെ ടോക്ക് അവരെ പറ്റിയുള്ള. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ അവർ ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ ജോർജ് കുട്ടി ഇപ്പോൾ ഒരു തിയേറ്റർ ഓണറാണ്. ഫസ്റ്റിൽ പറയുന്നുണ്ട് തിയേറ്റർ വാങ്ങിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്, സിനിമ ഇഷ്ടമുള്ള ആളാണ് ജോർജ് കുട്ടി. അപ്പോൾ ഒരു തിയേറ്റർ ഓണറാണ്, അതിൻ്റെ കുറച്ചൊരു ലാവിഷ് ലൈഫൊക്കെ ഉണ്ട്. ഇപ്പോൾ റാണിക്ക് ഇതുപോലെ ഒത്തിരി ലാവിഷ് ലൈഫ് ഇഷ്ടമുള്ള ആളാണ്. ഏകദേശമൊക്കെ ആ ഒരു ലാവിഷ് ലൈഫൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് റാണി. എന്നാലും റാണിക്ക് ഇന്ന് ആഗ്രഹങ്ങൾ എപ്പോഴും കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഫാമിലിൻ്റെ ഒരു അതിനുശേഷമുള്ളൊരു ജേണിയാണ് ശരിക്കും ദൃശ്യം 2. ദൃശ്യം 2 ഒരു ഓപ്പൺ ആൻഡ് ക്ലൈമാക്സ് ആണോ? നമ്മൾ ദൃശ്യം 1 നമ്മൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി, ത്രില്ലർ എല്ലാമായിരുന്നു ദൃശ്യം 1 ഉണ്ടായിരുന്നത്. അപ്പോൾ ദൃശ്യം 2 അതിൻ്റെ കണ്ടിന്യൂഷനാന്ന് പറഞ്ഞു. അപ്പം ഇസ് ഇറ്റ് ലൈക്ക് എൻ എൻഡ്, അതോ ദൃശ്യം 3 ഇതുപോലെ വരുമോ? അതറിയില്ല. കാരണം എപ്പോഴും 1 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല 2. നമ്മൾ എക്സ്പെക്ട് ചെയ്തു, ബിക്കോസ് 7 വർഷമാണ് കാത്തിരുന്നത് ദൃശ്യം 2-ന് വേണ്ടിയിട്ട്. ഇല്ല, അഭിനയിച്ചവർ പോലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനത് ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല ദൃശ്യം 2 ഉണ്ടാവുന്നു. ഒന്നാമത്തെ കാര്യം, ദൃശ്യം 1 ചെയ്യുമ്പോൾ തന്നെ ഹിറ്റായിരിക്കും എന്നറിയാം, നോർമൽ ഹിറ്റ്. അല്ലാതെ ഈ ലോകം മുഴുവനും പറയുന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായി മാറുന്നു. റീജിയണൽ ലാംഗ്വേജിൽ, ഓൾമോസ്റ്റ് എല്ലാ റീജിയണൽ ലാംഗ്വേജിലും റീമേക്ക് ചെയ്തു, ചൈനീസിൽ ചെയ്തു, ശ്രീലങ്കൻ ലാംഗ്വേജിൽ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ റീമേക്ക് ചെയ്യാനൊക്കെ ഒരു മലയാള പടം പോവാന്നുള്ളത് വലിയ കാര്യമല്ലേ. ഇങ്ങനെ ഒന്നാവുന്നു ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും സെക്കൻഡ് പാർട്ടിനെ പറ്റി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും സെക്കൻഡ് പാർട്ട് ഉണ്ടോ. പിന്നെ കുറേ പേര് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ കുറേ സ്റ്റോറീസ് ഒക്കെ വരാൻ തുടങ്ങി. ഓരോ മാഗസിൻസിലും ന്യൂസ് പേപ്പറിലും ഓരോരുത്തർ പല രീതിയിൽ അത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 7 years കഴിഞ്ഞപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് പെട്ടെന്നൊരു ദിവസം ജിത്തു സാർ എന്നെ വിളിച്ചു, ഇവിടെ ഷൂട്ടുണ്ട്. എന്തിന്റെ ഷൂട്ട്? ദൃശ്യം 2. ഞാൻ പെട്ടെന്ന് എക്സൈറ്റഡ്, ദൃശ്യം 2. ക്ലൈമാക്സ് ചോദിച്ചോ അതോ കണ്ടിന്യൂഷൻ ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല ഞാൻ. കാരണം എനിക്ക് ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് വായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ജിത്തു സാർ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ ഭയങ്കര രസമാണ്. സിനിമ കാണുന്നത് പോലെ തന്നെയാണ് സ്ക്രിപ്റ്റിൽ കംപ്ലീറ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി, സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ചോദിച്ചില്ല. എന്നിട്ട് സാർ ഒരു ദിവസം വന്നിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വായിച്ചു തീർന്നത്. ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ചു തീർന്നു. ഞാൻ സ്പീഡിലാണ് വായിക്കണേ. എനിക്ക് ഇങ്ങനെ ക്യൂരിയോസിറ്റി എന്തായിരിക്കും അടുത്തതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം അങ്ങനെ പെട്ടെന്ന് വായിച്ചു തീർത്തു ഞാൻ. ഈ 7 വർഷത്തിന്റെ ഗ്യാപ്പിൽ എന്തൊക്കെയാണ് അൻസിബ എക്സ്പ്ലോർ ചെയ്തത്? ഫിലിമിൽ മാത്രമല്ല, ഗ്യാപ്പിൽ ഞാനൊരു ദൃശ്യം കഴിഞ്ഞ് 2-3 years അഭിനയിച്ചുള്ളൂ. പക്ഷെ എൻ്റെ വിക്കിപീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും റിലീസ് ഉണ്ട്. ദൃശ്യത്തിന് മുന്നേ ചെയ്ത പടങ്ങളും ഒക്കെയാണ് പിന്നെ ലേറ്റ് റിലീസായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷെ അല്ലാതെ ഞാനൊരു
ദൃശ്യം കഴിഞ്ഞ് 2-3 ഇയേഴ്സ് അഭിനയിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു ബാനറോ മൂവിയോ ഒന്നും വരാത്ത കാരണം ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യണ്ട. പിന്നെ ഞാൻ എൻ്റെ സ്റ്റഡീസ് ഡിസ്കണ്ടിന്യൂ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീണ്ടും റിസ്യൂം ചെയ്യാം. പക്ഷെ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ആദ്യം എടുത്തത്. അതൊക്കെ മാറ്റി എനിക്ക് മീഡിയ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനുവേണ്ടി ഞങ്ങൾക്ക് കുറേ സ്ക്രിപ്റ്റും സ്റ്റോറീസും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത സ്ക്രിപ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അത് സിനിമ ആക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ കോവിഡും ഒക്കെ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ ചെയ്യാൻ പറ്റുമായിരിക്കും. ദൃശ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ബാനറാണ്. അപ്പം ജീത്തു ജോസഫ് സാർ ആയാലും മോഹൻലാൽ സാർ ആയാലും അപ്പം എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ആൻഡ് ഇറ്റ്സ് ഗോട്ട് ടു ബി എ ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ? കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. അപ്പം എന്താണ് ഏറ്റവും കൂടുതൽ ആ ഒരു ക്രൂന്ന് ആ ഒരു ഹോൾ സെറ്റ് നിന്ന് പഠിക്കാനായിട്ട് പറ്റിയത്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഓഡീഷന് പോയിട്ടായിരുന്നു എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്നെ സെലക്ട് ചെയ്തു എന്നൊന്നും വിചാരിച്ചൊന്നുമില്ല. അപ്പം ഞാൻ ഓക്കെ സാർ ബായ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞോ മെഷർമെൻറ്റ് കൊടുത്തിട്ട് അഭിനയിക്കേണ്ടത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാനോ അപ്പം എന്നെ സെലക്ട് ചെയ്തോ? അപ്പം പറഞ്ഞു ആടോ മെഷർമെൻറ്റ് കൊടുക്ക്. അപ്പോൾ ഷൂട്ടിൻ്റെ ഒരു 2 days ബാക്കാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് പടത്തിലേക്ക് വേണ്ടി. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ലാലേട്ടൻ്റെ മൂവിയാണെന്ന് അറിയാം, ആശീർവാദിൻ്റെ ബാനറാണെന്നറിയാം, ബാക്കിയൊന്നും എനിക്കറിയില്ല. അപ്പം മീന ചേച്ചിയാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്, ഒരു പ്രോമിനൻറ്റ് ക്യാരക്ടറാണ്. എല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എന്താ പറയുക, എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഹാപ്പിനെസ്സും എൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒന്നും ഞാൻ സാറിൻ്റെ അടുത്തൊരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇറങ്ങുമ്പോൾ. കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ ബായ് എന്നും പറഞ്ഞിറങ്ങി. പിന്നെ വീട്ടിൽ ചെന്നു ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായി ടൈം ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് ലൊക്കേഷനിൽ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടനെ കാണുന്നത്. എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരുടെ കൂടെ എല്ലാവരും പെട്ടെന്ന് ഫ്രണ്ട്ലി ആയി. ലാലേട്ടനെ മാത്രം ഞാനിങ്ങനെ നോക്കിയിരിക്കും. ഷോട്ട് എടുക്കുന്ന സമയത്ത് അഭിനയിക്കും. ഷോട്ട് കട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലാലേട്ടനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ജിത്തു സാർ എപ്പോഴും പറയും അൻസിബ കട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ലാലേട്ടനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ലാലേട്ടനെ ഇങ്ങനെ നോക്കി, ഞാൻ സ്ക്രീനിൽ മാത്രം കണ്ട ഒരാള് ഒരുപാട് സിനിമയിൽ കണ്ട ആള് ഒരുപാട് ക്യാരക്ടേഴ്സാണ് ഇങ്ങനെ കണ്ണിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഞാൻ കൂടെ അഭിനയിക്കുകയാണെന്നുള്ളതൊന്നും അല്ല എനിക്ക്. ഞാൻ ലാലേട്ടനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ കാണുമ്പോൾ ഒരുപാട് നേരം നോക്കി. അതുപോലെ ഞാൻ ആ 35 days കണ്ട് ഷൂട്ടുണ്ടായിരുന്നു. 35 days ലാലേട്ടനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തവണ ചെന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചു ഇത്തവണ നോക്കിയിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇത്തവണ ഞാൻ അറിയാതെ ലാലേട്ടൻ കാണാതെ നോക്കുന്നുള്ളൂ. ഇപ്രാവശ്യത്തെ ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു അതോ? അത് കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അപ്പോൾ ദൃശ്യം 1 ആയിരുന്നെങ്കിൽ ഷൂട്ട് കാണാൻ വേണ്ടി ഒത്തിരി പേര് വരുമായിരുന്നു. പക്ഷെ ഇങ്ങനെ പ്രോട്ടോകോളുള്ള കാരണം ഷൂട്ട് കാണാൻ വേണ്ടിയൊന്നും ആർക്കും വരാൻ പറ്റിയില്ല. ഫുൾ ബാരിക്കേഡൊക്കെ കെട്ടി, അകത്തേക്ക് ആർക്കും പെർമിഷൻ ഇല്ല. അതിനകത്തുള്ള എല്ലാവരും കംപ്ലീറ്റ്ലി കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് റിപ്പോർട്ട് കിട്ടിയവർ മാത്രമാണ് അതിനകത്തുള്ളത്. പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ 2 days 3 days നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും, പണ്ടാണെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് വരും, അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വരും. പക്ഷെ ഇത് നമുക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് എൻജോയ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഷൂട്ടില്ലാത്ത ദിവസം ഹോട്ടലിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ ആയിരിക്കും. അപ്പം ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യും. പക്ഷെ ഓർഡർ ചെയ്താൽ പോലും പുറത്തുനിന്നുള്ള ആൾക്കകത്ത് കൊണ്ടുവരാനുള്ള ആക്സസ് ഇല്ല. അപ്പം ഇതൊക്കെ അവരും എല്ലാം ടെസ്റ്റ് ചെയ്ത് ഇത് നെഗറ്റീവ് ആണെന്നുള്ളവർ മാത്രമാണ് കൊണ്ടുപോയി പുറത്ത് വെക്കും. അത് സാനിറ്റൈസ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുവന്ന് തരും. ഇങ്ങനെയായിരുന്നു ഫുള്ളൊരു ലൈഫ്. അപ്പം January 1 ഇന്നലെയാണ് ടീസർ ലോഞ്ച് ഉണ്ടായത്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിൽ ഹാവ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അതെ പാട്ട് മോസ്റ്റ് വെയിറ്റിംഗ് മൂവി ആയിരുന്നല്ലോ ലാലേട്ടൻ്റെ. അപ്പോൾ അതിന്റെ ടീസർ ട്രെയിലർ ഓരോന്നിനു വേണ്ടിയിട്ടും മലയാളികൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ദൃശ്യം 1 ഉണ്ടായിരുന്ന ആ സെറ്റിൽ ഉണ്ടായിരുന്ന ടെൻഷനേക്കാൾ കൂടുതലായിരുന്നു 2. ബിക്കോസ് ആ 1 ആ എക്സ്പെക്ടേഷൻ കാരണം കേട്ടോ ഞാൻ ചോദിക്കണേ. ബിക്കോസ് എല്ലാവരും ഇപ്പം ജിത്തു സാറൊക്കെ എന്തായാലും അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, കാരണം 1 ഇത്രയും ഹിറ്റായ സ്ഥിതിക്ക്. വാസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ശരിക്കും ഡയറക്ടർക്കാണ്.
കാരണം ദൃശ്യം 1 ഭയങ്കര ഹിറ്റായി. അതെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ജിത്തു സാർ അതിനുശേഷം ചെയ്ത പടങ്ങളാണെങ്കിലും എല്ലാം ആണെങ്കിലും എപ്പോഴും ദൃശ്യമായിട്ടാണ് കമ്പാരിസൺ. ദൃശ്യം പോലെ നന്നായോ, ദൃശ്യത്തിനടുത്ത് എത്തിയോ, ഇങ്ങനെയൊക്കെയാണ് കമ്പാരിസൺ. അപ്പോൾ ഡെഫിനറ്റ്ലി ദൃശ്യത്തിൻ്റെ ഒരു പാർട്ട് 2 വരുമ്പോഴും ആ ഡയറക്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര കൂടുതലായിട്ടുള്ള എലിമെന്റ്സ് ആയിരിക്കും, വണ്ടിനേക്കാളും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ സാറിന് എന്തായാലും അതിൻ്റെ താഴോട്ട് പോകാൻ പറ്റില്ല, എന്തായാലും അത് മെയിൻറ്റെയിൻ ചെയ്യണം, സെയിം ലെവലിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പക്ഷെ ഞങ്ങളടുത്ത് വളരെ കൂളായിട്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്തൊന്നും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും സാറൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്കും ചെയ്യുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ട് എല്ലാ ആർട്ടിസ്റ്റും. അപ്പോൾ 7 years കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ട് ഈ ക്യാരക്ടേഴ്സിന്. അപ്പം അത് വീണ്ടും ചെയ്യാന്നുള്ളത് ആർട്ടിസ്റ്റ് ആ ക്യാരക്ടറിലേക്ക് തന്നെ വീണ്ടും പോയാലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ആ രീതിയിലൊക്കെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഇനിയിപ്പോൾ എല്ലാം റിലീസായി ആളുകൾ കണ്ടിട്ടല്ലേ പറയണ്ടത്. അതിലെന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തായിരുന്നോ? ലൈക്ക് ഇപ്പം പണ്ടത്തെ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും? ഞാൻ ദൃശ്യം 1 ചെയ്യുന്ന സമയത്ത് കുറച്ച് തടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും തടി കൂടി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്തൊക്കെ ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ച് നല്ല തടി വെച്ചു, വീണ്ടും നല്ല തടിച്ചേ. ഈ സമയത്താണ് ജിത്തു സാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ പടം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ, അപ്പൊ സാർ ഞാൻ ആങ്കറിങ് ചെയ്ത സമയത്തൊക്കെ ഞാൻ മെലിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി പോയപ്പോ അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ മെലിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ തടിച്ചു? ഞാൻ പറഞ്ഞു ലോക്ക്ഡൌൺ ആയിരുന്നു, എല്ലാ വീട്ടിലും കുക്കിംഗ് പരീക്ഷണങ്ങളാണല്ലോ. അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെ എടുത്ത് കഴിക്കണല്ലോ, എല്ലാരും എടുത്ത് കഴിക്കുന്നില്ല. അപ്പൊ ഇത് തീർത്താൻ വേണ്ടി കഴിച്ചു നല്ല തടിച്ചായി. അപ്പൊ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു മര്യാദക്ക് മെലിഞ്ഞിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഓടിക്കും, മെലിയണം എന്ന് പറഞ്ഞു. അങ്ങനെ സാറിന്റെ വൈഫാണ് കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പൊ ചേച്ചി പറഞ്ഞു ഇപ്പൊ മെഷർമെന്റ് എടുക്കുന്നില്ല, നീ പോയി മെലിഞ്ഞിട്ട് ഞാൻ മെഷർമെന്റ് എടുക്കാൻ ആളയക്കാം, എന്നിട്ട് മെലിഞ്ഞിട്ട് മെഷർമെന്റ് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ കോൺഫിഡൻസിൽ എന്നെ പറഞ്ഞു വെച്ചത് എന്തായാലും മെലിയാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒരു 1 month ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ 1 month ഇല്ല, ഒരു 2 weeks 3 weeks ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ജിമ്മിലാണെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ വിശപ്പ് വന്നുകൊണ്ടേയിരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. സ്വീറ്റ്സ് ഒക്കെ കാണുമ്പോൾ പിന്നെ അറിയാതെയാണെങ്കിൽ എടുത്ത് കഴിച്ചു. അപ്പൊ ഞാൻ പിന്നെ ചെന്നിട്ട് ആകെ ഈ 3 weeks ഉള്ളതിനകത്ത് എങ്ങനെ മെലിയും ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ പ്രോട്ടീൻ ഷേക്ക് മാത്രം കഴിക്കുക, അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്തു. പിന്നെ ഒരു ട്രെയിനറെ ഓൺലൈൻ ട്രെയിനർ വരും. അപ്പോൾ വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് ട്രെയിനർ ഓരോ എക്സസൈസസ് കാണിച്ചു തരും, അങ്ങനെ ചെയ്യും. അങ്ങനെ ആ ഒരു 3 weeks കൊണ്ട് പറ്റുന്ന രീതിയിൽ മെലിഞ്ഞിട്ട് അപ്പോഴേക്കും പിന്നെ മെഷർമെന്റ് എടുക്കാനൊക്കെ ആള് വന്നു. അങ്ങനെ ഇപ്പൊ മെലിഞ്ഞു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വീണ്ടും ചെന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര മെലിയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 3 ആഴ്ച കൊണ്ട് ഞാൻ എങ്ങനെ മെലിയാനാന്നുള്ള. ഈ 3 years ഓൾമോസ്റ്റ് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ദൃശ്യം കഴിഞ്ഞിട്ട് 4 years ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഗ്യാപ്പ് എടുത്തു എന്ന് വെച്ചാലും സൈബർ വേൾഡ് അൻസിബേനെ വിട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എവറിത്തിങ് വാട്ട് എവർ യു ഡു അതിന് വേറൊരു ഇതാക്കിയിട്ട് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ കുറേ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻസിബേനെ പല പ്ലാറ്റ്ഫോംസിലും. അപ്പം നമുക്ക് തന്നെ കാണുമ്പോൾ അയ്യോ എന്തിനാന്ന് തോന്നിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിനൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? അത് വന്ന സമയത്തൊക്കെ എനിക്ക് ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇങ്ങനെ. പിന്നെ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ 2013 ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ അതിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു, അതിങ്ങനെ വളരുന്നുണ്ടായിരുന്നുള്ളൂ. അത് വളർന്ന് പന്തലിച്ചത് ഇപ്പോഴാണ്. ഈ വളരുന്ന സമയത്ത് അവർക്ക് ആദ്യം കിട്ടിയ ഒരു ഞാനായിരുന്നു. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഇങ്ങനെ പറയാം. അപ്പൊ എപ്പോഴും ന്യൂസിന് വാല്യൂ നെഗറ്റീവ് പറയുമ്പോഴാണ്. നെഗറ്റീവ് ആണ് ന്യൂസ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ്, ഫീച്ചർ ആണ് പോസിറ്റീവ് ആണെങ്കിൽ. അപ്പോ നെഗറ്റീവ് പറയുമ്പോഴാണ് ആളുകൾ എപ്പോഴും. അപ്പൊ ഹെഡിങ് മാത്രമേ ആയിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് കൊടുക്കുന്നത്. പക്ഷെ കണ്ടന്റ് വായിച്ചു കഴിഞ്ഞാൽ അവരെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു എനിക്ക് വിളിച്ച് ചോദിക്കാൻ പറ്റില്ല. കാരണം അത് കണ്ടന്റ് വായിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവാണ്, പക്ഷെ അതിന്റെ ഹെഡിങ് അല്ലേ നെഗറ്റീവായിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഈ കാണുന്നവർ ഈ ഹെഡിങ് മാത്രമേ വായിക്കുന്നുള്ളൂ, കണ്ടന്റ് കംപ്ലീറ്റ് ആരും വായിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് പോകുന്നില്ല, ആരും ന്യൂസ് ഒന്നും കംപ്ലീറ്റ് വായിക്കുന്നില്ല. അങ്ങനെ കുറെ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അങ്ങനെ
നമ്മൾ അങ്ങനെ അതിൽ വലിയ Bothered ഫോക്കസ് ചെയ്ത് അതിൽ ബോധേർഡായിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ പഠിച്ചു, ഇത് ഇഗ്നോർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോ പിന്നെ എല്ലാ ആക്ട്രസിനെയും പിന്നെ ഇപ്പൊ ആരെ കിട്ടിയാലും വെറുതെ വിടില്ല. ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായല്ലോ അഗെയിൻസ്റ്റ് സൈബർ ബുള്ളിങ്, WCCന്റെ അതുപോലത്തെ ക്യാമ്പയിൻസ് ഒക്കെ വെച്ചാൽ അതൊക്കെ എഫക്റ്റീവ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഓർ യു പ്രിഫർ ഇഗ്നോറിങ്? ഓർ എന്താ ശരിയാണെന്ന് തോന്നുന്നത്? ഇപ്പോഴത്തെ ഇതിൽ ഇഗ്നോർ ചെയ്യാനേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ തന്നെ കുറേയൊക്കെ സൈബർ സെല്ലിലൊക്കെ കംപ്ലൈന്റ് ചെയ്ത് ഡിലീറ്റ് ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നു. ചിലതൊക്കെ പറയും അവരുടെ പ്രോട്ടോകോൾ ഇതല്ല എന്നൊക്കെ പറയും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ വേറെ ആർട്ടിസ്റ്റൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ. ഞാൻ പറയും ഇഗ്നോർ ചെയ്യുക, അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? സൈബർ സെല്ല് അവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കുള്ള ഒരു പ്രശ്നം ഇത് US അയക്കുമ്പോൾ അവരുടെ പ്രോട്ടോകോൾ ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും. അപ്പോൾ കൺഫ്യൂഷനാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം അത് കാരണം ഇത് ഇഗ്നോർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരെ പറ്റിയും ഫേക്ക് ന്യൂസ് ആണ് വരുന്നത്. അതിൽ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിരിക്കും. പക്ഷെ ചിലരൊക്കെ ഉണ്ട് വളരെ ഈ വില്ലേജിലൊക്കെ ഉള്ള ഒരുപാട് ചേച്ചിമാരൊക്കെ എന്ത് കണ്ടാലും വിശ്വസിക്കും. ന്യൂസ് എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഒരു വിഭാഗം. അപ്പൊ അവര് വിചാരിക്കും ഇതെല്ലാം സത്യമാണ്. അപ്പൊ എന്റെ അടുത്ത് തന്നെ ചിലര് ചോദിക്കും മോളെ ഈ ആർട്ടിസ്റ്റിനെ പറ്റി ഇങ്ങനെ കേട്ടു, സത്യമാണോ? അപ്പൊ ഞാൻ പറയും അല്ല, എനിക്കിത് എത്ര പേരെടുത്ത് പറയാൻ പറ്റും? അപ്പൊ വേറെ ഇപ്പൊ എന്നെ പറ്റിയാണെങ്കിൽ വേറെ ഒരാൾക്ക് അത് അങ്ങനെ അല്ല എന്ന് എത്ര പേരെടുത്ത് പറയാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാന്ന് മാത്രമേ ഇപ്പൊ പറ്റുള്ളൂ. ആൻഡ് മേ ബി ഇറ്റ് ഹസ് മേഡ് യു എ ലിറ്റിൽ മോർ ബോൾഡ്. ഡെഫിനറ്റ്ലി. ഞാൻ ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരാളായിരുന്നു. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ ഒട്ടും ബോൾഡ് അല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ കാലിക്കറ്റ് ഒരു വില്ലേജിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ സ്കൂളിൽ പോയി, എല്ലാം അവിടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ സിനിമ ഒരുപാട് കാണുന്നല്ലാതെ സിനിമയെ പറ്റി വേറെ കാര്യങ്ങളൊന്നും അറിയില്ല, വേറെ ധാരണകളൊന്നുമില്ല. പിന്നെ എനിക്കങ്ങനെ ഞാൻ ഫസ്റ്റ് ഓഡിഷന് പോയപ്പോൾ പോലും എനിക്കങ്ങനെ ഡ്രസ്സിങ് പോലും നല്ല മോഡേൺ ഡ്രസ്സ് ഏതാണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു പട്ടുപാവാടയും കുപ്പായൊക്കെ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ അറിയില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഞാൻ അധികം സംസാരിക്കില്ലായിരുന്നു. ഞാൻ റിസർവ്ഡ് ആയിട്ടുള്ള. ഇപ്പോഴും എനിക്ക് കംഫർട്ട് സോൺ ആണെങ്കിൽ സംസാരിക്കുകയുള്ളൂ. പക്ഷെ ഞാൻ പണ്ടാണെങ്കിൽ ഒട്ടും സംസാരിക്കില്ലായിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ ബാക്കിൽ പോയിരിക്കും. ഞാൻ അത് കാണിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പോസിറ്റീവ് സൈഡ്സ് എനിക്ക് കിട്ടാനോ ഞാൻ മെനക്കിടാറില്ലായിരുന്നു. ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സങ്കടപ്പെടുക, ഇതൊക്കെയായിരുന്നു. അതൊക്കെ മാറിക്കിട്ടി. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടുള്ളൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് എന്തായിരുന്നു അതിന്റെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയി. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. വിഷിംഗ് യു ഓൾ ഗുഡ്നെസ് ഇൻ അഡ്വാൻസ്. എല്ലാറ്റിനും, ദൃശ്യം 2 മാത്രമല്ല ഇനി വെഞ്ചർ ചെയ്യാൻ പോണ കാര്യങ്ങൾക്ക് എല്ലാറ്റിനും ഓൾ ഗുഡ് വിഷസ്. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. ഞാൻ പറഞ്ഞ പോലെ ന്യൂ ഇയർ ഫസ്റ്റ് എപ്പിസോഡാണ്. ആൻഡ് വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. Meet my guest.